ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ അണ്ടർ 23 ടീമിന് മാച്ചസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 മത്സരമായിരുന്നു നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. 2 മത്സരവും നമ്മൾ മലേഷ്യക്കെതിരായിരുന്നു. അപ്പോൾ മലേഷ്യനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ അത്യാവശ്യം നല്ലൊരു ടീം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രാവശ്യത്തെ AFC ഏഷ്യൻ കപ്പിൻ്റെ അണ്ടർ 23 മത്സരത്തിൽ അവർക്ക് ക്വാളിഫൈ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതും 16 ടീമുകളാണ് അവർ മത്സരിക്കുക. ആ 16 ടീമുകളിൽ ഒന്നാണ് ഈ ഒരു മലേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവർ 1-2 മാസമായി ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോരാതെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളൊക്കെ അവർ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഫുൾ സെറ്റ് ആയിട്ടുള്ള സ്ക്വാഡും ആയിട്ടാണ് നമുക്കെതിരെ കളിച്ചിട്ടുള്ളത്. നമുക്കൊരു AFC അണ്ടർ 23 AFC ഏഷ്യൻ കപ്പ് നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു മത്സരം, ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുക എന്ന രീതിയിൽ അപ്രോച്ചിലായിരുന്നു നമ്മളോട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു മത്സരത്തിൽ നമ്മൾ 2-1 എന്നുള്ള സ്കോർ നമ്മൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ മത്സരം നമ്മൾ 1-1 എന്ന സ്കോറിൽ ഡ്രോ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 1-1 എന്ന സ്കോറിൽ ഡ്രോ ആയത് ഫസ്റ്റ് അവർ ഗോൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ ഒരു അഭിഷേക് എന്ന് പറയുന്ന കളിക്കാരനെ ഒരു സെൽഫ് ഗോൾ ഓൺ ഗോൾ അടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ചെറിയ മിസ്റ്റേക്ക് കാരണം ഓൺ ഗോൾ ആയിപ്പോയി. പക്ഷേ നമ്മുടെ 61-ാം മിനിറ്റിൽ തോബ സിംഗ് എന്ന് പറഞ്ഞ നമ്മളെ കളിക്കാൻ അത് തിരിച്ചടിച്ച് സമനിലയാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മത്സരത്തിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടീമിലേക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പല മാച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, രണ്ടാമത്തെ മത്സരത്തിൽ അതായത് 1-1 എന്നുള്ള ഗോൾ സമനിലയായ മത്സരത്തിൽ നമ്മൾ പല വണ്ടർ മൊമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലേഷ്യനെ അൺബീറ്റ് ആക്കുന്ന രീതിയിലുള്ള പ്രകടനമൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ കൂടുതൽ പ്ലേ ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നല്ല വണ്ടർ മൊമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പാസിങ്ങും കാര്യങ്ങളൊക്കെ മുന്നേറ്റങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗത്ത് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇതൊരു ഫസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ടീമാണ്. അവർ ഇതിന് മുന്നായിട്ട് മത്സരങ്ങളോ കാര്യങ്ങളോ ഒന്നും കളിച്ചിട്ടില്ല. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു മുന്നേറ്റം, നല്ലൊരു കളി തന്നെയാണ് ഇന്ത്യ മലേഷ്യക്കെതിരെ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. നമ്മുടെ അണ്ടർ 23 ടീമിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് എന്ന് പറയുന്നത് മലേഷ്യക്കെതിരെയുള്ള. ഇതുവരെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള അണ്ടർ 23 ടീമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കോച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള കോച്ച് വന്നു, അതുപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ടീം ബിൽഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഒരു ഫ്രണ്ട്ലി മാച്ചൊക്കെ സംഘടിപ്പിക്കാൻ കഴിയും. അതിനൊക്കെ AFF നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതുപോലുള്ള മാച്ചസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒരാഴ്ചത്തെ ക്യാമ്പും പിന്നെ പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുത്ത ഒരു ടീമുമാണ്. ആ ഒരു ടീമാണ് മലേഷ്യക്കെതിരെ അത്യാവശ്യം നല്ലൊരു പ്രകടനം കാഴ്ച വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഈ ടീമിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ്, നമുക്ക് ഈ നാഷണൽ ടീമിലായാലും പിന്നെ അണ്ടർ 23 AFC ഏഷ്യൻ കപ്പിലേക്ക് ഒരു ക്വാളിഫൈ നേടാനും നമുക്ക് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ സീനിയർ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ പല പൊസിഷനും പ്ലേയേഴ്സ് ഇപ്പം ഇല്ല എന്നുള്ളതാണ്, അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു ടീമിൽ നിന്ന് ആ ഒരു പൊസിഷനിലൊക്കെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന പ്ലേയേഴ്സിനെ നമുക്ക് നാഷണൽ ടീമിലേക്ക്, സീനിയർ ടീമിലേക്ക് ഹയർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നിലനിൽക്കുന്നത്. അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ പോരാത്തതിന് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതുപോലെ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിലും നമുക്കൊരു 2-3 മത്സരം ഉണ്ടാവണം. അതായത് നമ്മുടെ നാഷണൽ ടീമിന് എത്ര മത്സരം കിട്ടുന്നുണ്ടോ അത്ര തന്നെ മത്സരം ഈ ഒരു അണ്ടർ 23 ടീമിനും നമുക്ക് പ്ലേയിങ് കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ആയാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ രാജ്യക്കാരും ഈ ഒരു അണ്ടർ 23 ടീമിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. കാരണം അടുത്തൊരു സ്റ്റെപ്പാണ്, അതായത് നാഷണൽ ടീമിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് അണ്ടർ 23 ടീം എന്ന് പറഞ്ഞത്. ഇതിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന പ്ലേയേഴ്സിനെ നമുക്ക് നമ്മുടെ നാഷണൽ ടീമിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.